നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇതോടെ പോവാ? ഞാൻ എവിടേക്കില്ല, വെറുതെ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അല്ലാതെ വേറെ അത്യാവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ട്. നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോ അവര് നിന്റെ ഭാര്യയെ കുറിച്ചൊന്നും ചോദിക്കാറില്ലേ? നിന്റെ കൂട്ടുകാരെല്ലാം കല്യാണത്തിന് വന്നതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. ആ, ചിലര് ചോദിക്കും. എന്താ? അവരുടെ അടുത്ത് ചെല്ലുമ്പോ എന്താ അവളെയും കൊണ്ട് വരാത്തതെന്ന് ചോദിക്കുന്ന ഒറ്റ സുഹൃത്തു പോലും നിനക്കില്ലേ? അങ്ങനെയുള്ളവരാണ് എല്ലാവരും. എന്താ മുത്തശ്ശിയുടെ പ്രശ്നം? എടാ, ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോ ആർക്കാ എത്ര താല്പര്യം? താല്പര്യം ഉണ്ടാവില്ലേ? തൊട്ടപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹത്തിനെ കുറിച്ചും അവൾക്ക് വന്ന പയ്യനെ കുറിച്ചും ഒക്കെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. അതുപോലെ നിന്നെ കുറിച്ചും ചർച്ച ചെയ്യും. എന്റെ കൂടെ പുറത്തു പോകണമെന്ന് പ്രിയങ്ക നിങ്ങളോട് പറഞ്ഞു? പറയാമേ, അങ്ങനെ ഒരു പരാതി പ്രിയങ്കയ്ക്കുണ്ടോ? ഞാനൊരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല. ആയിരിക്കട്ടെ, തനിക്ക് എന്റെ കൂടെ പുറത്ത് ചുറ്റിയടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രിയങ്ക മോക്കില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പുറത്ത് കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടി ഒരു ഫംഗ്ഷൻ തന്നെ സംഘടിപ്പിക്കാം. എന്നിട്ട് നാട്ടുകാർ കാണുകെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡാൻസും ചെയ്യാം. മതിയോ? നിർത്തടാ. നീയേ മുത്തശ്ശിയോടാണോ സംസാരിക്കുന്നത്? എന്റെ പൊന്നു മുത്തശ്ശി, എനിക്ക് പോകാനുള്ള സ്ഥലങ്ങള് ഞാൻ തനിച്ചു പോകേണ്ടതാ. വെറുതെ ഓരോ നിർബന്ധങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ തമ്മിലും. മോളെ പ്രിയങ്കേ, നീ പോയി റെഡി ആയിട്ട് വാ. എന്തിന്? എന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. വേണ്ട മുത്തശ്ശി, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. ചെന്ന് റെഡി ആയിട്ട് വാ. ചെല്ലുമോളെ, പോ. ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. വരൂ, നീ വാശി പിടിക്കല്ലേ. അതെ, അവസാനം അച്ഛൻ ഇതിനകത്ത് ഇടപെടും കേട്ടോ. അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. എടാ, കല്യാണം കഴിച്ചുള്ള കുറച്ച് നാളുകളാ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും സന്തോഷമുള്ള നാള്. ആ സന്തോഷം ഇല്ലാതാക്കണ്ടടാ. നല്ല അർത്ഥത്തിലാ ഈ പറയുന്നേ. ആഗ്രഹം ഇല്ലാന്ന് അവള് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് കാണില്ലേ ഒരു പെൺകൊച്ചല്ലേടാ അത്. ഓ, മുത്തശ്ശിയുടെയും അമ്മയുടെയും സ്പീഡ് ആക്ഷൻ ആണല്ലോ. ശരി, ഇപ്പൊ പോവാം. പിന്നെ കൂടെയുള്ള രണ്ടുപേരുടെ ഈ ഭീഷണി പാടില്ല. ഇത് ഭീഷണിയല്ലടാ, ഇത് സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ. പുറത്ത് പോയി അവസാനം രണ്ടും കൂടി സ്നേഹത്തിലാവോ? അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ ശരിക്കും സമയം കിട്ടുക വേണ്ടത്. അതാവുമ്പോ അവൾക്ക് പറയാനുള്ളത് അവള് കൃത്യമായിട്ട് പറയുക തന്നെ ചെയ്യും. അവന്റെ നിലപാട് അവനും പറയും. തമ്മി തല്ലാൻ ആവശ്യമായ സമയം അനുവദിച്ചു കൊടുക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? നമ്മള് വിചാരിക്കുന്ന പോലെ നടന്നാ മതി. നമ്മൾ വിചാരിച്ചതിന് മുകളിൽ നടക്കും. അവളെ പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ വരുൺ പറഞ്ഞതൊക്കെ ചെറിയമ്മ കേട്ടതല്ലേ? ഇഷ്ടക്കുറവല്ല, വെറുപ്പ. ആ വെറുപ്പ് തന്നെയാണ് നമ്മുടെ ആയുധം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.